ഈ പേരൂർക്കട പോലീസിനെതിരായ ആരോപണത്തിന് പിന്നാലെ SI പ്രസാദിനാണ് സസ്പെൻഷൻ നടപടി. പ്രസാദിനെതിരെയാണ് എടുത്തത്. മുഖം രക്ഷിച്ചുകൊണ്ടുള്ള നടപടി എന്നേ ഇതിൽ പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ CPO പ്രസന്നൻ ഉൾപ്പെടെ നടപടി നേരിടാതെ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. ബിന്ദു ജാതി വിവേചനം ഉൾപ്പെടെ നേരിട്ടത് പ്രസന്നൻ എന്ന പോലീസുകാരനിൽ നിന്നുകൂടിയാണെന്ന് ബിന്ദു ആരോപിക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി റോഷിബാലാണ് ചേരുന്നത്. റോഷിബാൽ, ഒരു സ്ത്രീയെ വെള്ളം നൽകാതെ, ഭക്ഷണം നൽകാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുക, എന്നിട്ട് വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ യാചിക്കുമ്പോൾ അപ്പുറത്ത് ബാത്റൂമിൽ പോയി കുടിച്ചോളാൻ പറഞ്ഞ ഒരു പോലീസുകാരനാണ് ഈ പ്രസന്നൻ. ക്രൂരൻ എന്ന് തന്നെ പറയാം. സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഒരു പോലീസുകാരനെ സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുള്ളൂ. ബിന്ദുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് അതല്ല, അല്ലേ? റോഷ്നി, തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നടന്നത്. കാരണം ഒന്ന്, നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. വൈകുന്നേരം രാത്രികാലങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസിൽ പോലും സ്ത്രീകളെ നിർത്താൻ പാടില്ല, കസ്റ്റഡിയിൽ എടുക്കാൻ പാടില്ല. 6 മണിക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ, അത് രാത്രികാലങ്ങളിൽ അങ്ങനെയാണ് നിയമം. പകൽ സമയങ്ങളിലായിരിക്കണം കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. ഇനി കസ്റ്റഡിയിൽ എടുത്തതാണെങ്കിൽ അത് നേരെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികളിലേക്ക് പോകണം. അല്ലാതെ രാത്രികാലങ്ങളിൽ സ്റ്റേഷനിലിരുത്തി ചോദ്യം ചെയ്യാൻ പാടില്ലെന്നടക്കമുള്ള കർശനമായ നിയമം നിലനിൽക്കുന്നു. അവിടെയാണ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന്റെ മുക്കിന് താഴെ, അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ താമസിക്കുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ, പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെ ഒരു ക്രൂരമായ നടപടി ഉണ്ടായത്. കസ്റ്റഡിയിലെടുത്ത ഈ സ്ത്രീയെ ഏറെ നേരം ഭക്ഷണം നൽകാതെ, വെള്ളം നൽകാതെ അവിടെ ഇരുത്തി മാനസികമായി ക്രൂരമായി പീഡിപ്പിക്കുന്നു, അശ്ലീലം പറയുന്നു, 2 പെൺമക്കളെ കേസുകളിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ കുറ്റം സമ്മതിപ്പിക്കാനുള്ള ക്രൂരമായ പീഡനം അവിടെ നടത്തുകയാണ്. അത് പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ പീഡനത്തിന് നേതൃത്വം നൽകിയെന്നാണ് ആ സ്ത്രീ, ഈ ക്രൂരമായ വേട്ടക്കിരയായ സ്ത്രീ ആരോപണമായി ഉന്നയിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷനിൽ കാര്യങ്ങൾ അവസാനിക്കില്ല. കാരണം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. വെള്ളം ചോദിച്ചപ്പോൾ അവിടെ വെള്ളം, ആ ശുചിമുറിയിൽ കയറി അവിടെ ബക്കറ്റിൽ വെള്ളമുണ്ട്, അതെടുത്ത് കുടിച്ചോളൂ എന്നാണ് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആ സ്ത്രീയോട് പറഞ്ഞത്. ആരാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അധികാരം നൽകിയത് എന്നാണ് സമൂഹം ചോദിക്കുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ ഈ SIക്കെതിരെ മാത്രം നടപടിയിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ പറ്റില്ല. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരോപണമുണ്ട്. ആ കാര്യം കൂടി വിശദമായി പരിശോധിക്കേണ്ടി വരും. ഈ നടപടി തന്നെ റിപ്പോർട്ടർ വാർത്ത പുറത്തു കൊണ്ടുവന്നു. അതിൽ പ്രതിപക്ഷം ഇടപെടുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ രൂക്ഷമായ പ്രതികരണം നടത്തുന്നു. കാര്യങ്ങൾ കൈവിട്ടതോടെയാണ് ആ SIക്കെതിരെ പോലും നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതമാകുന്നത്. കാരണം ദിവസങ്ങൾക്ക് മുമ്പ് അന്വേഷണം വകുപ്പ് തലത്തിൽ തുടങ്ങി. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും നടപടിയെടുക്കാൻ പോലീസ് വിമുഖത കാട്ടി എന്നതാണ് യാഥാർത്ഥ്യം. ഒടുവിൽ വാർത്തകൾ തിരിച്ചടിയാകുമെന്ന് ഭയന്ന് പോലീസ് നടപടിയെടുക്കാൻ നിർബന്ധിതമായി എന്നതാണ് യാഥാർത്ഥ്യം. ഇനി വിശദമായ അന്വേഷണം വേണം. എങ്കിൽ മാത്രമേ മറ്റേതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാര്യത്തിൽ പങ്കുണ്ടെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ആ സ്ത്രീയുടെ ഉപജീവന മാർഗം കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് അതിനേക്കാൾ ക്രൂരമായ ഇടപെടലാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. മറ്റൊരിടത്ത് ജോലി ചെയ്തിരുന്ന ആ സ്ഥലത്ത് ആ വീട്ടുടമയെ വിളിച്ച ഈ സ്ത്രീ ഒരു മോഷണ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞുവിടാൻ, അവിടെയുള്ള ജോലി നഷ്ടപ്പെടുത്താനുള്ള ഇടപെടൽ കൂടി ആ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയെന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അങ്ങനെ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ കഴിയൂ? ആ എല്ലാ തരത്തിലുമുള്ള ഉപദ്രവം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായി എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം ഇനിയും നടന്നില്ലെങ്കിൽ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രതികരണങ്ങൾ, UDF അടക്കം ഈ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം അവിടെ പോയി ബിന്ദുവിന് എല്ലാ പിന്തുണയും നൽകിയിരിക്കുകയാണ്. ഏതായാലും ഇനി ബിന്ദു നിയമപോരാട്ടം നടത്താനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ്. പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ്, പേരൂർക്കട പോലീസ് ചെയ്ത ഈ ക്രൂരമായ ഇടപെടൽ, അതിനെതിരെയുള്ള അന്വേഷണം കൃത്യമായി നടത്തുകയും കുറ്റക്കാർക്കെതിരെ നടപടി ഇല്ലാത്ത സാഹചര്യമാണ് വരുന്നതെങ്കിൽ തുടർ നിയമപോരാട്ടത്തിന് കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഇപ്പോൾ ബിന്ദു തയ്യാറെടുത്തിരിക്കുന്നത്. ഓക്കെ റോഷിബാൽ, എന്തായാലും നടപടികൾ ഉണ്ടായേ തീരൂ. കാരണം വംശീയമായ നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്ന നമ്മൾ എത്രയോ കേസുകളിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ ക്രൂരതയ്ക്ക് ഒരു മറുപടി ഉണ്ടായേ തീരൂ. കൃത്യമായ അന്വേഷണം നടത്തി ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന്, പ്രത്യേകിച്ച് ബിന്ദുവിന് മറ്റു പോലീസുകാരുടെ ഒന്നും പേരറിയില്ല. പ്രസാദിനെതിരെ മാത്രമേ നടപടി ഉണ്ടായിട്ടുള്ളൂ. പിന്നെയും 2 പോലീസുകാർ തന്നെ ഉപദ്രവിച്ചു, മാനസികമായി ബുദ്ധിമുട്ടിപ്പിച്ചു എന്ന് ബിന്ദു പറഞ്ഞിട്ടുണ്ട്. മറ്റാരെങ്കിലും ഇനി ഉണ്ടോ? ആ പോലീസ് സ്റ്റേഷനിൽ
ആരൊക്കെ ബിന്ദുവിനെ മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ട്, വംശീയത പുറത്തെടുത്തിട്ടുണ്ട്, അതിൽ അന്വേഷണം ഉണ്ടായി, കൃത്യമായ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതിവിധി.